മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇത് ലതിക പീസ് ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. നല്ല നമസ്കാരം. ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റുലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ജോബി ജോൺ. അങ്ങനെ മനോഹരമായൊരു പാലത്തിന്റെ അടുത്താണ് നിൽക്കുന്നത്. പാലം പെട്ടെന്നൊന്നും വന്നതല്ല കേട്ടോ. കച്ചേരിക്കടവ് പാലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാനൊന്ന് ഓർത്തു പോവുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാറ്റുലി ചിത്രീകരണമായിട്ട് ഈ പാലത്തിൽ വന്നിട്ടുണ്ട്. ഈ പാലത്തിന്റെ ദയനീയ അവസ്ഥ, ഇതിന്റെ അപ്രോച്ച് റോഡ്, ഇതിനെ ബന്ധിപ്പിക്കുന്ന റോഡുകളുടെയൊക്കെ ശോചനീയാവസ്ഥയെക്കുറിച്ച് അന്ന് മാറ്റുലി ചർച്ച ചെയ്തതാണ്. പക്ഷെ ഇന്ന് വന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷം. രണ്ട് ഭാഗത്തെ റോഡുകളും മനോഹരാക്കിയിട്ടുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. റോഡുകൾ ഗംഭീരമായിട്ടുണ്ട്. ആഹാ, അന്തസ് എന്നൊക്കെ പറയാം. പക്ഷെ അന്തസ് ഇപ്പോഴും ആയിട്ടില്ലാന്നേ. നാട്ടുകാരെ പറയുന്ന അന്തസ്സിലേക്ക് എത്തണമെങ്കിൽ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഈ പാലത്തിലേക്കുള്ള വഴിയുടെ അവസ്ഥയാണ് ദയനീയം. പാലമൊക്കെ ഗംഭീരമാണ്, പാലത്തിൽ നിന്ന് ഇറങ്ങാനുള്ള ഭാഗവും ഭംഗിയാണ്, പാലത്തിൽ നിന്ന് കയറാനുള്ള ഭാഗവും ഒക്കെ നല്ല രീതിയിലാണ്. പക്ഷെ പാലത്തിലേക്ക് വരുന്ന വഴി അത് തന്നെ അങ്ങനെ തന്നെ. അപ്പൊ ഇന്ന് അതാണ് വിഷയം. എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്താണ് ഏട്ടാ അവസ്ഥ? ഈ റോഡ് വളരെ മോശമായിട്ട് കുറേ നാളുകളായി. ഞാനൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. വരന്തരപ്പള്ളി പൗണ്ട് ജംഗ്ഷനിൽ. അവിടെ നിന്ന് കൂടുതൽ വാടക ഇങ്ങടെ വരിക, കൂടുതൽ കിട്ടുന്ന വാടക. പക്ഷേ ഒരു 10 വാടക വന്നു കഴിഞ്ഞാൽ 14 വരാൻ പറ്റില്ല. അപ്പോൾ വർക്ക്ഷോപ്പിൽ പോകണം. ഇരിക്കുന്ന ആൾക്കാർക്ക് തണ്ടൽവേന, ഞങ്ങൾക്ക് തണ്ടൽവേന, എല്ലാം കൊണ്ടും വണ്ടിക്കും നഷ്ടം, എല്ലാം കൊണ്ടും നഷ്ടമാണ് ഈ വഴി. ഞങ്ങളെ ഓട്ടോറിക്ഷക്കാർ വന്ന് ഇവിടെ മണ്ണിടലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പഞ്ചായത്ത് അവർ കണ്ടിട്ടൊന്നും അവർ മൈൻഡ് ചെയ്യാറില്ല. അവർ പറഞ്ഞാൽ അവർ ചെയ്യണ്ട. ഇപ്പൊ ഈ ഭരണം മാറിയാലും ഭരണം ഉള്ളപ്പോഴും അത് ഒരു കാര്യം നടക്കാറില്ല. ഈ റോഡ് ഇങ്ങനെ കിടന്നിട്ട് എത്ര കഥ. ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ആ പണി ചെയ്തില്ല. സംഗതി ഞാൻ ആ പാർട്ടിക്കാരനെ, പണ്ട് കാര്യമില്ല, മാർഗീസിന്റെ ആളാണ്. പക്ഷെ പണ്ടല്ല, അവരും ചെയ്യേണ്ട കാര്യങ്ങളല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞങ്ങൾ എത്ര ഓട്ടോറിക്ഷക്കാർ ഇവിടെ വന്നിട്ട് പല ആൾക്ക് കാശ് കൊടുത്തു, ഞങ്ങൾ വന്ന് പണിയെടുത്ത് ഞങ്ങൾ ഓട്ടം കഴിഞ്ഞോളം ചെയ്തിട്ടുണ്ട്. അവര് ഒരു മൈൻഡും ചെയ്യാറില്ല. അപ്പൊ ഈ റോഡ് ഒന്ന് ശരിയാക്കി പെട്ടെന്ന് തരണം. ഈ റോഡ് സുഗമമായിട്ട് സഞ്ചാരപാത വന്നാൽ എവിടേക്കൊക്കെ എളുപ്പത്തിൽ സഞ്ചരിക്കാം? പല വഴിക്കും പോവാം. വെള്ളിക്കുളങ്ങര, കോടാലി, കൊടകര, മറ്റത്തൂര്, അങ്ങനെ പല വഴിക്കും പോവാം. ആൾക്കാർ എളുപ്പം നോക്കി ഞങ്ങൾക്ക് എളുപ്പം, നല്ലതും. അവർക്ക് കാശ് കുറവിനും പോവാം. മറ്റേത് തിരിഞ്ഞു പോകണ്ടേ. ഈ വഴിക്ക് പോകുമ്പോൾ അവർക്ക് വളരെ കാശ് കുറവും ഞങ്ങൾക്ക് സുഖമായിരുന്നു. പക്ഷെ ഈ റോഡ് മോശമായതുകൊണ്ട് സംഗതി 1/2 കിലോമീറ്റർ 5 പോയിന്റ് ഉള്ളൂ. പക്ഷെ ആ 5 പോയിന്റ് 500 പോയിന്റിന്റെ പോലെയാണ് അത്. തണ്ടലും ഞങ്ങൾക്ക് വയസ്സന്മാരാ. ഇപ്പൊ ഈ മുടി കറപ്പിച്ച് വരുന്നതാണല്ലോ. ഒക്കെ ഞങ്ങൾക്ക് തണ്ടലും കയ്യും കാലൊക്കെ വേദനേ. പക്ഷെ പറയാൻ ഒരു കുടുംബം കഴിയണ്ടേ. യാത്രാ ദുരിതമാണല്ലേ? വളരെയധികം. ഞാനിപ്പോൾ എനിക്കിവിടെ സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ സ്ഥിരം പോകുന്ന റൂട്ടാണ്. അപ്പോൾ പാലം അതിൻ്റെ അപ്രോച്ച് റോഡൊക്കെ നന്നായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് എത്തുന്ന റോഡ് വളരെ ദയനീയമായ അവസ്ഥയാണ്. ഈ ഇറിഗേഷൻ്റെ പൈപ്പ് ഇട്ടതിന് ശേഷം അത് പ്രോപ്പറായിട്ട് അത് റെക്ടിഫൈ ചെയ്യുന്നില്ല. അത് തന്നെ വലിയൊരു പ്രശ്നമാണ്. എത്രയും പെട്ടെന്ന് അധികൃതരെ ഒരു ശ്രദ്ധ ഇതിലേക്ക് വേണമെന്നാണ് നമ്മുടെ അഭിപ്രായം. പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഈ പാലം പണി വരുന്ന ഉൾപ്പെടെ റോഡിന്റെ അവസ്ഥ കുടുങ്ങിയ പോലെ റോഡായിരുന്നു. ഈ റോഡിന് ഇത്ര നല്ല പാലം വന്നിട്ട് റോഡ് ഈ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ തന്നെ അവർ റോട്ടിൽ നിന്ന് ഉദ്ഘാടനം ചെയ്തു. ഇത് കിടക്കാൻ പറ്റില്ല. കാരണം ആ അവസ്ഥയിൽ കാരണം കംപ്ലീറ്റ് കുഴി കൊണ്ടും പിന്നെ ഓരോ വീടുകളിലേക്ക് ഒട്ടിക്കുന്ന ഓരോ ആ കാനയിൽ ചാടിയാൽ തന്നെ നമ്മുടെ തണ്ടലും പോവും. ഈ വണ്ടിയിലിരിക്കുന്ന വ്യക്തികളും ചാടിച്ച് ചിലപ്പോൾ ഗർഭിണികളാവാം, ഈ തണ്ടലിനുള്ള ആൾക്കാർക്ക് ഇവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പൊ ഞാൻ പറയുന്നത് പലവട്ടം ഗ്രാമസഭയ്ക്കും പോയി പിന്നെ പഞ്ചായത്ത് മെമ്പർമാരോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടി. ഇവർ പറയുമ്പോൾ ആദ്യം ഇതിനു വേണ്ടി ഒപ്പിട്ടോർത്ത ആൾക്കാർ വരെ ഇപ്പോൾ വികസനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓരോ വീടുകളിൽ നിന്ന് സ്ഥലം എടുക്കുന്നതിന് അവർക്ക് മെച്ചപ്പാടില്ലാണ്ടായി. ഇപ്പോൾ ഈ സാധനം ഈ ഒന്നും ഇല്ലാണ്ടായി. ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ ഉള്ള സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ ഈ 2 ഭാഗത്ത് 2 മെമ്പർമാരായിരുന്നു. ഇപ്പൊ ഒറ്റ മെമ്പർ 19 വാർഡായി ഇത്. എന്നിട്ട് വരെ ഇതിനെ പറ്റി ഇതായിട്ട് അതിന്റെ നടപടികളൊന്നും ആയിട്ടില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഈ സ്ഥാനത്തിന് ആൾക്കാരെ മുൻകൈ എടുത്തിട്ട് വീതി കൂട്ടി ടാർ ചെയ്താലും അതിന്റെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഒരു വണ്ടി വരുമ്പോൾ മറ്റേ വണ്ടിക്ക് പോകാനുള്ള ഇതില്ല, കാനൽ ഇറക്കിയിട്ടാണ് ജനം തന്നെ പോണത്. അവരെ വരവാണ് സ്പീഡ് കൂടിയിട്ടാണ് ജനം തന്നെ കാനലിലേക്ക് ഇറങ്ങിയിട്ട് പല അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ സൈക്കിളിൽ തട്ടി റോട്ടിലേക്ക് മറിഞ്ഞു. കാരണം ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞ വണ്ടി വരുന്നപ്പോൾ പേടിച്ചു റോട്ടിലേക്ക് കാനലിൽ പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇതിനൊക്കെ നടപടി എടുത്തിട്ട് റോഡ് വീതി കൂട്ടി ടാർ ചെയ്യേണ്ടതാണ്. ഇപ്പോഴത്തെ പഞ്ചായത്ത് ഇപ്പൊ പുതിയ ഭരണം വന്നപ്പോ ഇതുവരെയായിട്ട് അതിന്റെ ഇതൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് അറിയാം. ഏറെ പരാതികൾക്കൊടുവിലാണ് ഈ പാലം തന്നെ അപ്രോച്ച് റോഡുകൾ തന്നെ വന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു.
അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ അത് എല്ലാവരും മുൻകൈ എടുത്തിട്ട് ഈ റോഡിന്റെ വികസനം വന്നതിന് ശേഷം ടാറിങ്ങിന് ഏറ്റവും നല്ലത്. പാച്ച് വർക്ക് ചെയ്താലും ഈ റോട്ടിൽ വരുന്ന വണ്ടികള് കുരിശത്തിലാണ് ഇവിടെ. ആ കൂടി നമുക്ക് ബൈക്ക് ഓട്ടോറിക്ഷയ്ക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. വലിയ വണ്ടി ഇപ്പോ എന്താ വെച്ചാൽ മറ്റേ ഗുഡ്സ് വണ്ടികളും വലിയ വലിയ വണ്ടികളും പോണ റോഡാണിത്. ഈ റോഡിന് നമ്മുടെ വികസനം വന്നാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. പിന്നെ പറയാനുള്ളത് മെമ്പർമാരും ഇവിടുത്തെ നാട്ടുകാരും മുൻകൈ എടുക്കണം. ഇത് ചാനൽ വന്നു കഴിഞ്ഞാൽ അവര് മുൻകൈ എടുത്താലാണ് ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. എങ്ങനെയാണ് ഈ റോഡിലോട്ടുള്ള യാത്ര? ഇവിടെ ഒരു കുറച്ചവിടെ കുഴപ്പമില്ല, പിന്നെ വളരെ ദുരിതമാണ്. ആകെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുക. ഇവരോട് നന്നാക്കാൻ പറയുമ്പോ നന്നാക്കാന്ന് പറച്ചല് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മാറി മാറി വരുന്ന സർക്കാര് ഒരു പരിഗണനയും കൊടുക്കണില്ല ഈ വഴിക്ക് വേണ്ടിട്ട്. ദുരിതമാണല്ലേ? ദുരിതാണ്, മഹാദുരിതാണ്. വണ്ടി പണത് തോൽക്കാണ്. നമ്മളിപ്പോ ഈ കച്ചേരി കടവ് പാലത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് വലിയൊരു ഉദ്ഘാടനം കഴിഞ്ഞ് പാലം അപ്രോച്ച് റോഡ് തകർന്ന് അടിഞ്ഞു കിടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ TCBക്കാർ തന്നെ ഇവിടെ വന്ന് വാർത്ത കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ അപ്രോച്ച് റോഡ് പൗണ്ട് ഭാഗത്തു നിന്ന് വരുന്ന അപ്രോച്ച് റോഡ് തൊട്ട് ഇഞ്ചംകുണ്ട്, അതുപോലെ തന്നെ കോടാലി, വെള്ളിപ്പറങ്ങ, കുപ്പിളിയം, പുതുക്കാട് ഏത് ഏരിയയിലും ഉള്ളിലേക്ക് കംപ്ലീറ്റ് റോഡ് നന്നാക്കി വരും. ഞാൻ പറയണത് ഈ പൗണ്ട് തൊട്ട് നമ്മുടെ ഈ കച്ചേരിക്കാട് പാലത്തിന്റെ ഈ റോഡ് മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചുകുട്ടി പഠിക്കുന്ന 73 സ്കൂളിന്റെ ആ റോഡും ഇതിനോട് ബന്ധപ്പെട്ട പല റോഡുകളും തകർന്നു കിടക്കുന്നുണ്ട്. പക്ഷെ ഈ വർഷക്കാലം കഴിഞ്ഞാൽ പിന്നെ സഞ്ചരിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് 50 മീറ്റർ അല്ല 1/2 കിലോമീറ്റർ ഉള്ളതെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ 1/2 കിലോമീറ്റർ ഈ വർഷക്കാലം കഴിഞ്ഞാൽ ഈ റോഡിന്റെ അവസ്ഥ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ടാറിങ് ചെയ്താലാണ് ഈ വർഷക്കാലത്ത് ജനങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുകൂടെ പോകാൻ പറ്റുള്ളൂ. കാലത്തൊട്ട് വൈകുന്നേരം വരെ വണ്ടി ഓടിച്ചിട്ട് ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഇതിന്റെ പകുതി പൈസ കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ഇത് നമ്മൾ ജനങ്ങൾ ഒരു പരാതി കൊടുത്താലേ ഇടപെടുള്ളൂ എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഏതൊരു വിഷയത്തിലും പരാതിയോ അല്ലെങ്കിൽ ഒരാളെ അപകടമോ ഒരു